തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ 5 മരണം. ശിവഗംഗയിലും റാണിപ്പെട്ടിലുമായി ഷോക്കേറ്റ് 2 പേർ മരിച്ചു. അരിയല്ലൂരിൽ വീട് തകർന്ന ഒരാൾ മരിച്ചു. തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിലെ സ്കൂളുകൾക്കും അവധിയാണ്. വിവരങ്ങളുമായി KB ശ്രീധരൻ ചേരുന്നു. ശ്രീധരൻ, മഴക്കെടുതിയിൽ വീണ്ടും തമിഴ്നാട് ബുദ്ധിമുട്ടുകയാണല്ലേ? ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലാണ് ഈ പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായത്. തിരുനെൽവേലിയിലുമൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറി വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് തൂത്തുക്കുടി, തെങ്കാശി ജില്ലകൾ, അതായത് തെങ്കാശി എന്ന് പറയുന്നത് കേരളത്തിന്റെ കൊല്ലത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വലിയ മഴ, ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 3 ദിവസത്തിലാണ് ഈ 5 മരണം ഉണ്ടായതായി സർക്കാർ അറിയിക്കുന്നത്. ശിവഗംഗയിലും റാണിപ്പേട്ടിലുമായി ഷോക്കേറ്റ് 2 പേരാണ് മരിച്ചത്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, അതായത് തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ മേഖലയിൽ കാര്യമായിട്ട് മഴയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അടുത്തൊരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്നുണ്ട്. അതിന്റെ സ്വാധീനവും തമിഴ്നാട് തീരത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും തമിഴ്നാട്ടിൽ മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. നിലവിൽ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അതിനിടയിൽ തിരുനെൽവേലിയിൽ റവന്യൂ മന്ത്രി സന്ദർശനത്തിന്, ഈ പ്രളയബാധിത മേഖലകളിലൊക്കെ സന്ദർശനത്തിനെത്തിയിരുന്നു. KKSSR രാമചന്ദ്രൻ, അദ്ദേഹത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പാലം പണി കാരണം ആശുപത്രിയിലേക്കുള്ള വഴി അടച്ചതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത്. അവർ കുറേ കാലമായിട്ട് ഈ വഴിയില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അതോടൊപ്പം ഈ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രി എത്തിയപ്പോൾ അവർ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും 5 പേർക്ക് ഈ തമിഴ്നാട്ടിൽ ഈ ദിവസങ്ങളിൽ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തെ തുടർന്നുള്ള മഴക്കെടുതിയിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശരി ശ്രീധരൻ, എല്ലാ സ്ഥലത്തും പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കണം, ശാശ്വതമായ പരിഹാരം വേണം തുടങ്ങിയ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും, കാരണം അവരത് ആവശ്യപ്പെടുന്നത് 5 മരണമാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായത് എന്നതാണ്.